ഗൈസ് വെൽക്കം ടു സ്കിപ്പ് ബ്ലോഗ്. ഇപ്പോൾ നമ്മളൊരു ചലഞ്ചാണ്. അല്ല, നിങ്ങൾക്ക് സാധാരണ ചില വീഡിയോസൊക്കെ കാണുന്നതാണ്. അപ്പോൾ കുറച്ച് മുട്ടായികളും ഒരു പഴവും പിന്നെ കുറച്ച് പൈസ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നാൽ 50, 20, 10 കൂട്ടിയിട്ട് ഒരു 80 റുപ്പീസ് ജയിക്കും. അപ്പോൾ നമ്മൾ ഈ ചാലഞ്ച് കൊടുക്കാൻ പോകുന്നത് നമ്മളെ ഫ്രണ്ട് വിനായകനും നിഹാരക്കുമാണ്. അപ്പോൾ വിനായകനും നിഹാരയും എവിടെയാണ്? ഞാൻ വരുന്നുണ്ടേ. നിങ്ങളത് വെറുതെ പറയണ്ട. അപ്പോൾ ഗൈസ് ഇത് നമ്മളെ മെമ്പേഴ്സ് ഇതുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ചലഞ്ച് തരാം. നിങ്ങൾ ചെയ്യുമോ? യെസ്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പം ഇതുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഫുള്ളും തിന്നാലേ എന്താ ഇത് ഇതെന്താ ഇത്? എനിക്കിത് വേണം. അല്ല, തിരിച്ചു വെക്കൂ, വെക്കടാ. അപ്പോൾ നമുക്ക് ഇതുണ്ടല്ലോ, ഇതിൽ നിന്ന് നിങ്ങൾ ഇതിൽ നിന്ന് ആരാ ചാലഞ്ച് പങ്കെടുക്കുന്നത്? അപ്പോൾ ഒന്നുകൂടി ഞാൻ 3 കൗണ്ട് ചെയ്യും. ആദ്യം ആരാ കൈ നോക്കുന്നത് അവരുന്നു. മതിയായിട്ടുണ്ടെങ്കിൽ വേറെ കൊടുക്കാം. 3, 2, 1 സ്റ്റാർട്ട്. നിഹാരയാണ് ആദ്യം പൊതിച്ചത്. അപ്പം നിഹാര നീ അല്ല അതാണ് എടാ. ഓക്കെ, നിഹാരക്ക് നമുക്ക് ഇതെല്ലാം മാറ്റി വെക്കാം. ഓക്കെ, നിഹാര ഇത് തിന്നാൽ 20 രൂപ എടുക്കാം. ഇത് 4. അപ്പോൾ ഗൈസ് നിഹാരക്ക് തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് വേണ്ട, അല്ല തിന്നണം. ഇത് ചാലഞ്ചാ. എടുത്തോളൂ, വെച്ചോളൂ. അപ്പോൾ നിഹാര തിന്നു. അപ്പോൾ ഗൈസ് 4ാമത്തെ എത്തി. വിനായക് തുറന്നു കൊടുക്കുന്നുണ്ട്. നിഹാരക്ക് കഴിച്ച് തീർക്കുകയാണ്. നിഹാര 3ാമത്തെയാണ്. ഇപ്പം 4ാമത്തെ കഴിക്കാൻ പോകുന്നതാണ്. അപ്പോൾ നിഹാര കഴിക്കുന്നുണ്ട്. കഴിച്ചാൽ 20 രൂപ. തീർക്കൂ, വായിലുണ്ട്, എനിക്കറിയാം. നിഹാര കഴിച്ചു. വിനായക വച്ചാൻ വേറെ എന്തോ തോന്നുന്നുണ്ട്. അപ്പോൾ നിഹാര കഴിഞ്ഞോ? വയലിൽ 2 വയലെന്തായാലും. ഗൈസ് ഇതെന്താ? അപ്പോൾ ഗൈസ് നിഹാര കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിഹാര കഴിച്ച് 20 രൂപ. അപ്പോൾ ഗൈസ് അടുത്തത് എന്താ വെച്ചാൽ നിഹാര നമുക്ക് ഒരു ചാലഞ്ച് തരാം. നിഹാരക്ക് വേറെ നമ്മളെ ചാനലിന് വേണ്ടി കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടുപിടിച്ചാൽ ഈ 10 രൂപ എടുക്കാം. എത്ര തരും? 5ൻ്റെ വില 10 തരണം. അങ്ങനെയുണ്ട്. തന്നിട്ടില്ലെങ്കിൽ 1000 രൂപ. എന്നാലും ഇത് വേണ്ടു ഗൈസ്. ഉറപ്പില്ല നിഹാരക്ക്. ഉറപ്പില്ലെങ്കിൽ ഇത് തരൂല. എന്നാലും ഒരു 5 ഗൈസ് എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പം വിനായകനുള്ളത് ആകെ ഇത് 2ആണ്. വിനായക 2 തോന്നുന്നു. പൈസ 50 രൂപ അല്ല 30 രൂപ. സബ്സ്ക്രൈബേഴ്സിന് വന്നാൽ 50 രൂപ എടുക്കാം. അത് നമുക്ക് നോക്കാം. കഴിച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് ഇത് നേരത്തെ ഞാൻ പറയണേനു, കുറച്ച് സെക്കൻഡ്സ് വെക്കണം. അതിൻ്റെ ഉള്ളിൽ തിന്നാലും ഒരു ചലഞ്ച് പോലെ തോന്നുള്ളൂ. അല്ല ഗൈസ്, വിനായക് മല്ലണ സ്വസ്ഥയോടെ തിന്നുന്നുണ്ട്. വിനായകൻ ദഹിക്കുന്നില്ല. 50 രൂപയാണ്. അതും കാട്ട് ഗൈസ്. ഇതും പ്ലസ് ആണ്. ഇത് 2ഉം പ്ലസ് ആണ് വിനായകനപ്പോൾ. പഴം തിന്നോളൂ. തിന്ന് പൊളിച്ച് വായിൽ വെച്ചോളൂ. അപ്പോൾ ഗൈസ് വിനായക് മച്ചാൻ കഴിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ വിനായക് മച്ചാൻ എത്ര സബ്സ്ക്രൈബേഴ്സ് തരും? അപ്പോൾ ഗൈസ് നമുക്കിപ്പോൾ ഉള്ള സബ്സ്ക്രൈബേഴ്സ് ഇപ്പം നമുക്കുള്ളത് ശരിക്കും പറഞ്ഞാൽ ഗൈസ് നമുക്ക് എന്തായാലും നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നമ്മൾ നിങ്ങളുടെ നല്ലൊരു നന്ദി പറയുന്നുണ്ട്. നമുക്ക് ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബറിന് ഇങ്ങനെ തോന്നുന്നുണ്ടാവുക. വെറും 3 മാസത്തിൽ നമുക്കിപ്പോൾ 80 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ നിങ്ങളെ എന്തായാലും കൺഗ്രാജുലേറ്റ് ചെയ്യും. ഇത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്ര എത്താൻ ഇതാകുന്നത്. അപ്പോൾ ഗൈസ് അപ്പോൾ വിനായക് 10 രൂപ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പറയുന്നുണ്ട്, നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സായ എല്ലാവർക്കും ഒരു ട്രീറ്റ് ഉണ്ട്. നിങ്ങൾക്കെല്ലാം ഇവിടെ വരാൻ പറ്റും. അപ്പോൾ ഗൈസ് ഇത് ഉണ്ടാകുന്നത് കണ്ണൂർ ബീച്ചിൻ്റെ അവിടെ, അതായത് പയ്യാമ്പലം ബീച്ചിൻ്റെ കണ്ണൂർ ക്ലബിലാണ്. അത് നമ്മുടെ ഡേറ്റ് അതായത് ഇത് 2025 ആണ്. 2026 ഇതെന്തായാലും നമ്മുടെ ടാർഗറ്റ്. 1 വർഷത്തിൽ 100 സബ്സ്ക്രൈബേഴ്സ് പിടിക്കാൻ കഴിയുമെങ്കിൽ 100ന് മേലെ കിട്ടിയാലും നമുക്ക് സന്തോഷമാണ് ഗൈസ്.
അപ്പോൾ ഗൈസ് നമുക്ക് ഒരു സ്റ്റൈൽ ചെയ്യാം. വിനായക് ടേക്ക് ദിസ്. അല്ല അതെന്താണ് നിഹാരെ? ഗൈസ് നിഹാർക്ക് ഒരു നിഹാര നിന്റെ പേര് എഴുതിയിട്ട് ഒരു ഡിസ്ലൈക്ക് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ നിഹാര വളരെ മോശമാണ്. അപ്പോൾ ടേക്ക് 20. ഓക്കെ 30 ആണ്. അപ്പോൾ ഈ 50 വേണോ അതോ 30 വേണോ? 50. അപ്പോൾ 20 തന്നോളൂ, 50 എടുത്തോളൂ. നേരത്തെ കളിയിൽ എനിക്ക് 50, ഈ കളിയിൽ 50, അപ്പം 100 rupees. അല്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഇനിയും വരുന്നതാണ്. അപ്പൊ വീഡിയോ എല്ലാവരും വീഡിയോസ് കാണണം. വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, കമന്റ് ചെയ്യാൻ മറക്കരുത്. സൈനിങ് അപ്പ് വിത്ത് എസ്.